ഞാൻ ഡോക്ടർ സഫ്നാൻ ഷാ, കൺസൾട്ടന്റ് ഫിസിഷ്യൻ, അൽമാസ് ഹോസ്പിറ്റൽ കോട്ടക്കൽ സുപ്രിയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പുത്തനത്താണി. ഇന്ന് ഞാൻ പറയുന്നത് വൈറൽ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചാണ്. എന്താണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ്? ലിവറിന് ഉണ്ടാകുന്ന നീർക്കെട്ടിനെയാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഇത് വൈറസ് ഉണ്ടാക്കുന്നതിനെ നമ്മൾ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നു. ഏതൊക്കെ തരം വൈറസുകളാണ് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുന്നത്? വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി ആൻഡ് ഇ. ഈ വൈറസുകളാണ് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുന്നത്. വൈറൽ ഹെപ്പറ്റൈറ്റിസ് എങ്ങനെയാണ് പകരുന്നത്? വൈറൽ ഹെപ്പറ്റൈറ്റിസ് എയും ഇയും പ്രധാനമായും ഫീക്കോ ഓറൽ ട്രാൻസ്മിഷൻ ആണ്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമോ വെള്ളമോ കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ നമുക്ക് അസുഖം കിട്ടുന്നു. ഇൻഫെക്ഷൻ ഉള്ള ഒരാൾ അതിന്റെ വിസർജ്യത്തിലൂടെ പുറത്തു പോകുന്ന വൈറസ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമോ വെള്ളവുമായിട്ട് കണ്ടാമിനേറ്റഡ് ആവുകയാണെങ്കിൽ അത് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ഇൻഫെക്ഷൻ കിട്ടാം. അല്ലാതെ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എ ഉള്ള ഒരാളുടെ കൂടെ ഇരുന്നാലോ കൂടെ താമസിച്ചാലോ ഒന്നും നമുക്ക് ഇൻഫെക്ഷൻ കിട്ടില്ല. ബിയും സിയും എങ്ങനെയാണ് പകരുന്നത്? ബിയും സിയും പകരുന്നത് പ്രധാനമായും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള നീഡിൽസ് നമ്മൾ ഷെയർ ചെയ്യുന്ന വഴി, അല്ലെങ്കിൽ നമ്മൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നത് വഴി, അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കോ സെക്ഷൽ കോണ്ടാക്ട് വഴിയോ പകരും. ഇന്ന് ഞാൻ പറയുന്നത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എയെ കുറിച്ചാണ്. എന്താണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എയുടെ പ്രധാന രോഗലക്ഷണങ്ങൾ? പനി, ഛർദി, ഭക്ഷണത്തിനോടുള്ള താല്പര്യക്കുറവ്, വിശപ്പില്ലായ്മ, അമിതമായ ക്ഷീണം. ഇനി 5 ദിവസം മുതൽ ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ കണ്ണിലും മൂത്രത്തിലും മഞ്ഞ കണ്ടുവരുന്നുണ്ട്. ഒരു വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ വന്ന ഒരാൾക്ക് ബേസിക് ആയിട്ട് നമ്മൾ എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യണം? ഒരു ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഉറപ്പായും ചെയ്തിരിക്കണം. അതിൽ നമ്മൾ ലിവർ എൻസൈംസും ബിലിറുബിന്റെ അളവും റെഗുലറായി മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഏത് വൈറസ് കൊണ്ടാണ് ഇൻഫെക്ഷൻ വന്നത് എന്നറിയാൻ വേണ്ടി നമ്മളൊരു എലീസ ടെസ്റ്റും ചെയ്യണം. ആവശ്യമുള്ളവരിൽ നമ്മളൊരു വൈറലിന്റെ അൾട്രാസൗണ്ട് അബ്ഡോമിനും ചെയ്യാറുണ്ട്. വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ വന്ന എല്ലാവർക്കും അഡ്മിഷൻ ആവശ്യമുണ്ടോ? യൂഷ്വലി ഇല്ല. അതായത് ഒരു 2 to 4 വീക്സിനുള്ളിൽ ഒരു 90% ആൾക്കാരും ഇൻഫെക്ഷനിൽ നിന്ന് റിക്കവർ ആവും. പക്ഷെ വളരെ ചെറിയൊരു ശതമാനം ആൾക്കാരെ അക്യൂട്ട് ലിവർ ഫെയിലിയറിലോട്ടും ഫൾമിനൽ ഹെപ്പറ്റൈറ്റിസിലോട്ടും പോകാറുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ആർക്കൊക്കെയാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നത് എന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ലിവർ എൻസൈംസും ബിലിറുബിന്റെ അളവും വെച്ചിട്ടാണ് നമ്മൾ യൂഷ്വലി അഡ്മിഷൻ ആവശ്യപ്പെടുന്നത്. വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ വരുന്നൊരു വ്യക്തിക്ക് പഥ്യം ആവശ്യമുണ്ടോ? യൂഷ്വലി പഥ്യം ആവശ്യമില്ല. ഉപ്പ് സാധാരണ പോലെ ഉപയോഗിക്കാം. നമ്മൾ ഹെവി ആയിട്ടുള്ള ഫാറ്റി മീൽസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഹെപ്പറ്റൈറ്റിസ് എ ഒരു പ്രിവെന്റബിൾ ഡിസീസ് ആണോ? യെസ്, ഹെപ്പറ്റൈറ്റിസ് എ ഒരു കംപ്ലീറ്റ്ലി പ്രിവെന്റബിൾ ഡിസീസ് ആണ്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും വെള്ളവും മലിനമല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാവൂ. നന്നായി കുക്ക് ചെയ്ത ഭക്ഷണമേ കഴിക്കാവൂ. കുക്ക് ചെയ്ത ഭക്ഷണങ്ങൾ അടച്ചു വെച്ച് ഉപയോഗിക്കുക. ഇൻഫെക്ഷൻ ഉള്ള ഒരാൾ ബാത്റൂമിൽ പോയി വരുമ്പോൾ കൈകൾ നന്നായി സോപ്പ് ഉപയോഗിച്ച് കഴുകുക. വൈറൽ ഹെപ്പറ്റൈറ്റിസ് എക്ക് വാക്സിനേഷൻ അവൈലബിൾ ആണോ? യെസ്, വാക്സിനേഷൻ അവൈലബിൾ ആണ്. 2 ഡോസസ് ആണ് ഉള്ളത്. ഫസ്റ്റ് ഡോസ് എടുത്തു കഴിഞ്ഞാൽ ഒരു 6 months to 1 year നമ്മൾ സെക്കൻഡ് ഡോസും എടുക്കണം. ഇനി ഇൻഫെക്ഷൻ വന്ന ഒരാൾക്ക് വാക്സിനേഷൻ്റെ ആവശ്യമുണ്ടോ? യൂഷ്വലി ഇല്ല. ഇൻഫെക്ഷൻ വന്ന ഒരാൾക്ക് ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. താങ്ക് യു.